സമയം 12 മണി കഴിഞ്ഞു. ക്ലബ് എഫ്എമ്മിലെ ദ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഐ ലവ് എ ഗേൾ ബട്ട് ഷീ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. വിൽ മൈ ലവ് ബി സക്സസ്ഫുൾ? പ്ലീസ് റെസ്പോണ്ട് എന്ന് പേര് പറയാത്ത ഒരാൾ അയച്ചു തന്നേക്കുന്നത്. ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറയുന്നതുകൊണ്ട് അവൾ ഒരിക്കലും തിരിച്ചിഷ്ടപ്പെടണമെന്നില്ല. അവളെ അറിയിക്കണ്ടേ ഇഷ്ടമാണെന്ന്. ഇല്ലാണ്ട് എങ്ങനെ അവൾക്ക് തിരിച്ചു പറയാൻ പറ്റുക ഇതാ എനിക്ക് ഇഷ്ടമാണെന്ന്? സോ പേര് പറയാത്ത അജ്ഞാത സുഹൃത്തേ ആദ്യമായിട്ട് ചെന്ന് പറയാട്ടോ. മരിയ ഒരു സ്ഥിരം സംശയിച്ചിട്ടുണ്ട്. ഐ ലവ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എങ്ങനെ അവൻ്റെ അടുത്ത് പറയാമെന്ന്? എൻ്റെ മരിയ, ഇതല്ലേ ഏറ്റവും എളുപ്പം. അവൻ്റെ അടുത്ത് പറയണം ഇഷ്ടമാണ്. അപ്പം അവൻ നോന്നാ പറയണമെങ്കിൽ പറയണം അയ്യടാ, അല്ലെങ്കിൽ നീ വിചാരിച്ചോ എനിക്ക് നിന്നോട് പ്രണയാന്ന്, പോടാന്ന്. കരയൊന്നും ചെയ്തേക്കില്ല, അത് മനസ്സിനുള്ളിൽ തന്നെ അടക്കി വെക്കണം. ഇനി അവൻ യെസ് എന്നാ പറയുന്നതെങ്കിൽ ടെൻഷനെ അങ്ങ് പോയില്ലേ. പിന്നെ അമലുവിന് വേണ്ടിയിട്ട് അലക്സ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലൊരു പാട്ട് നിങ്ങൾക്ക് വേണോ? ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ? എന്നാൽ 56070 ആ മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ ഡെഡിക്കേഷൻ ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എൻ്റെ ബോയ് ഫ്രണ്ട് സ്ഥിരമായിട്ട് ലേറ്റായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. രാത്രിയിൽ ഫോൺ എടുക്കത്തില്ല, എത്ര വിളിച്ചാലും ബിസിയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എന്നോടുള്ള പ്രണയം നഷ്ടപ്പെട്ടിരുന്നു എന്ന്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ അടുത്തത് പറഞ്ഞത് ഗ്രേസ്. ബ്രേക്കപ്പ് ആവാൻ പോകുന്നതിൻ്റെ എല്ലാ സൈൻസും ബോയ് ഫ്രണ്ട് കാണിച്ചിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്നാണ് ഗ്രേസ് പറഞ്ഞത്. പിന്നെ മേർലിൻ പറഞ്ഞത് ശരിക്കും നമുക്കറിയാൻ പറ്റും ബ്രേക്കപ്പ് ആവാൻ പോവാന്ന്. ആദ്യത്തെ അത്രയും കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനർത്ഥം അയാളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് നമ്മുടെ കൂടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾ പറയും. അതിന് മുന്നേ ചിലപ്പോൾ അയാളും കൂടി ആ കൂടെ പറഞ്ഞിരിക്കും. വേണ്ട എന്ന് അയാളുടെ മനസ്സിൽ തോന്നിയാൽ പിന്നെ ഈ കാര്യത്തിലൊന്നും അയാളൊന്നും പറയത്തില്ലെന്ന്. പിന്നെ ജിൻഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. അതുവരെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു സീക്രട്ടും ഉണ്ടാവില്ല. പക്ഷെ ഒരു സ്നേഹം കുറയുന്ന സിറ്റുവേഷൻ വന്നാൽ സീക്രട്സിൻ്റെ കളിയായിരിക്കും. അയാൾ എവിടെ പോവാന്നോ എന്ത് ചെയ്യാന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല എന്ന്. ഇത്തരം കുറേ സയൻസും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ബന്ധം തകരാൻ പോവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു അഭിപ്രായം പറയണോ? എന്നാൽ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ പറഞ്ഞാൽ മതി. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിൻ്റെ സൈൻസ് കാണുമെന്നൊക്കെ. ഇതിലേറ്റവും വലിയൊരു സൈൻ എന്താണെന്നറിയോ? ആദ്യമൊക്കെ ശരിക്കും പ്രണയിക്കുന്ന സമയത്തട്ടോ, അപ്പോൾ ഒരു കൊച്ചു വഴക്കുണ്ടാക്കിയാൽ പോലും 2 പേരും എഫേർട്ട് ഇടും ഈ വഴക്ക് ഒന്ന് ശരിയാക്കാൻ വേണ്ടി. എന്നാൽ പ്രണയം കുറഞ്ഞു വരുന്നൊരു സമയത്ത് 2 പേരും എഫേർട്ട് എടുത്തില്ല, അവർ വഴക്കുണ്ടാവട്ടെ എന്ന് വിചാരിക്കും. ഇനി വഴക്കുകളോ പണ്ടത്തെ പോലെ ആയിരിക്കില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞാൽ മറ്റേ ആൾക്ക് കണ്ണു നിറയും, പിന്നെ 2-ൽ-1 ആ വഴക്ക് വിടും. എന്നാൽ സ്നേഹം കുറയുന്ന സമയത്ത് വഴക്കങ്ങ് ദൈർഘിച്ചു പോവും. പിന്നെ പബ്ലിക്കായിട്ടൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തുടങ്ങും. ഒരു വഴക്കിൽ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയും. ഇതുകൂടാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അതായിരിക്കില്ല മറ്റേ ആൾക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പറയുന്നതും അവർ പറയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്തൊരവസ്ഥ. ഇതിലെല്ലാം ഉപരി ഇവർ പിന്നെ നമ്മുടെ സൈഡ് നിൽക്കാതാവും. നമുക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഫേസ് ചെയ്യട്ടെ എന്നുള്ളൊരു സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഈ ബന്ധം അധികം മുന്നോട്ട് പോവില്ല. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇട്ട് ആ പ്രണയം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം കണക്കിന് റൊമാൻസ്. Whenever I was lonely, you were there for me, keeping my heart alive with your every smile. I want you to know how much you mean to me. I love you, my special someone. സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ ഏത് നിമിഷമായിക്കോട്ടെ, ഇഷ്ടപ്പെടുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? കൂടെ ഇല്ലെങ്കിൽ അയാളല്ല നമ്മുടെ പെർഫെക്റ്റ് സോൾമേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ചെയ്യുന്ന ഇന്ന് രാത്രി റീനു പോവാം. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്.
ടേക്ക് കെയർ.